ഹലോ, നമസ്കാരം. ജനനായകൻ രാവണമവണ്ട ഓത്തയിലേക്ക് റയമണ്ട പടം കണ്ടു. 23-ാം തീയതി ഇറങ്ങിയ പടം. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ആവേശത്തിലൊക്കെ ആയിരുന്നു. പക്ഷെ പോയി കാണാൻ പറ്റിയില്ല. പനിച്ച് വൃത്തികെട്ട കിടന്നതാണ്. ഇപ്പം ഏകദേശമൊക്കെ റെഡി ആയിട്ട് വരുന്നു. ഇന്നാണ് പോയി കണ്ടത്. അതായത് 27-ാം തീയതി വിജയുടെ അവസാന പടം. അവസാന പടം. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. മിസ്സാക്കാൻ വേണ്ടി വയ്യ എന്നുള്ളൊരു നിർബന്ധത്തിൻ്റെ പുറത്ത് പോയിട്ട് കണ്ടതാണ്. എന്തായാലും അതങ്ങട് കഴിഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിമർശിച്ച് സംസാരിക്കുന്നതിൽ വിഷമമുണ്ട്. കാരണം ഇനി നമ്മൾ പുള്ളിനെ സ്ക്രീനിൽ കാണുമെന്നുള്ളത് അറിയില്ല. ഞാൻ വിജയ് ഫാനൊന്നുമല്ല. ഐ എം നോട്ട് എ വിജയ് ഫാൻ. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ് വിജയ്. എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റർടൈൻമെൻറ്റ് തന്നിട്ടുള്ള, അല്ലെങ്കിൽ എന്നെ തിയേറ്ററിൽ രസിപ്പിച്ചിട്ടുള്ള ഒരു നടൻ തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ പുള്ളീനെ സ്ക്രീനിൽ കാണുന്നില്ല എന്നുള്ളൊരു റിയാലിറ്റി ചിന്തിക്കുന്ന സമയത്ത് ഭയങ്കര വിഷമം തന്നെയാണ്. ഇപ്പം എനിക്ക് തോന്നിയൊരു ഫീൽ ഞാൻ പറയാം. പടം ഞാൻ ഒരു തരത്തിലും എൻജോയ് ചെയ്തിട്ടില്ല. എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വിമർശനങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ പടം കഴിഞ്ഞ് അവസാനമൊക്കെ ആയ സമയത്ത് ഈ വിജയുടെ പഴയ പടങ്ങളും പരിപാടികളൊക്കെ ഇങ്ങനെ കാണിക്കുന്നൊരു സംഗതി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് എനിക്ക് ഈ വിമർശനം എന്നുള്ള സംഗതി കംപ്ലീറ്റ്ലി മൈൻഡിൽ നിന്ന് അങ്ങോട്ട് പോയി. എനിക്ക് പിന്നെ മൊത്തത്തിൽ ആ ഒരു മിസ്സിങ് സാധനമാണ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത്. ഇത് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല. ജെനുവിൻലി ഐ ഫെൽറ്റ് ദിസ്. ഐ ആം ഗോയിങ് ടു മിസ് ദിസ് ഗായ് ഇൻ ബിഗ് സ്ക്രീൻ. ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും, സീരിയസ്ലി. പിന്നെ ആസ് എ പ്രേക്ഷകൻ നമ്മളിപ്പോൾ അഭിപ്രായമൊക്കെ കാര്യമായിട്ട് പറയുന്ന ആളായതുകൊണ്ട് തന്നെ സിനിമയെ കുറിച്ചിട്ട് പറയാം. ആക്ച്വലി ഇഷ്ടപ്പെട്ടില്ല. അവസാനമൊക്കെ ആയപ്പോൾ ഭയങ്കര ബോറടി ആയിരുന്നു. ഭയങ്കര ക്ഷീണമായിരുന്നു എന്ന് തന്നെ പറയാം. ലൈക്ക് എന്തിനാണ് ഇങ്ങനൊരു കൈൻഡ് ഓഫ് പടം? അവസാന പടല്ലേ, എന്തിനായിരുന്നു? ഓക്കെ, മേ ബി ഈ പറഞ്ഞ പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ അയാളുടേതായിട്ടുള്ള ഉദ്ദേശങ്ങളോ കാര്യങ്ങളെല്ലാം ഉണ്ടാവുമായിരിക്കും. ബട്ട് ആസ് എ പ്രേക്ഷകൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിനിമ കാണണം, നല്ല സിനിമ കാണണം എന്നുള്ളതാണ് എൻ്റെ ആസ് എ പ്രേക്ഷകൻ എൻ്റെ ഉദ്ദേശം, എനിക്ക് എൻ്റെ താല്പര്യം എന്ന് പറയുന്നത്. സോ ആ രീതി നോക്കുന്ന സമയത്ത് ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇതിൻ്റെ അകത്തുള്ള ഉദ്ദേശം വാട്ട് അല്ലെങ്കിൽ പ്രൊപ്പഗാൻഡ വാട്ട്, അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം മാറ്ററേ അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സിനിമ കാണാനാണ് പോയത്. എനിക്ക് ആക്ച്വലി അതൊരു സിനിമ ഉള്ള രീതിയിൽ ഒരു തരത്തിലും വർക്കായില്ല. ഞാൻ ഭയങ്കര നിരാശനായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവസാന പടമായതുകൊണ്ട് തന്നെ ലൈക്ക് ഒരു നല്ലൊരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ട് വന്ന് നല്ലൊരു ക്യാരക്ടർ ചെയ്ത് ആൾക്കാരെ കൊണ്ട്, ഫാൻസിനെ കൊണ്ട്, ന്യൂട്രൽ ഓഡിയൻസിനെ കൊണ്ടുമൊക്കെ, അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന ആളുകളെ കൊണ്ടൊക്കെ വാവ് ഗംഭീരം, വിജയ് വൺ ഓഫ് ദ കിടിലം പടം, ഇങ്ങനെ പറയാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പടം ആയിരുന്നു മൂപ്പര് ചെയ്യേണ്ടിയിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയല്ലേ ദ എൻഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഷുഡ് ബി ദ ബെസ്റ്റ്. മേ ബി മേ ബി കാർത്തിക് സുബരാജ്, മേ ബി ലോകേഷ് കനകരാജ്, ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഒരു സിനിമ പുള്ളി ചെയ്ത് കാണാനാണ് ആസ് എ പ്രേക്ഷകൻ ഞാൻ ആഗ്രഹിക്കുന്നത് ലാസ്റ്റ് പടം എന്നുള്ള രീതിയിൽ. ബിക്കോസ് എനിക്ക് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് തകർത്ത് അടിച്ച് പൊളിച്ച് അങ്ങനെ ആ ലെവലിൽ കാണാനാണ് ഞാൻ ആക്ച്വലി ആഗ്രഹിച്ചത്. പിന്നെ ഈ പടത്തിൻ്റെ കേസിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നും പോയി കണ്ടതല്ല. ഇത് റീമേക്ക് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ പഴയ ഒറിജിനൽ പടമൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ വലിയ പ്രതീക്ഷയും വെച്ചിട്ടൊന്നുമല്ല ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയത്. പക്ഷേ കുറച്ചെങ്കിലും ലാസ്റ്റ് പടമല്ലേ, സോ കുറച്ചെങ്കിലും രസകരമായിട്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റണം, അല്ലെങ്കിൽ പറ്റും എന്നൊരു ചിന്തയിലാണ് ഞാൻ പോയി കണ്ടത്. ബട്ട് ആ ഒരു രീതിയിൽ പോലും ഒരു സംഗതി കിട്ടിയില്ല, അല്ലെങ്കിൽ നിരാശ മാത്രമാണ് സമ്മാനിച്ചതെന്നുള്ളത് പറയേണ്ടി വരും. പിന്നെ ഓഫ് കോഴ്സ് വിജയ് ഫാക്ടർ ഇസ് ദർ. അവിടെയാണ് വിജയ് എന്ന് പറയുന്നൊരു ഫാക്ടർ മാത്രമാണ് അവിടെയും ആക്ച്വലി നന്നാവുന്നത്.
ആൾക്ക് ആളുടേതായിട്ടുള്ള സ്വാഗും സ്റ്റൈലും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം മൂപ്പര് ചെയ്യുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ആ സ്വാഗും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങേരുടേതായിട്ടുള്ള ചില നല്ല മൊമെന്റ്സും പരിപാടികളൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് വർക്ക് ആയിട്ടുണ്ട്. അത് ആസ് യൂഷ്വൽ എല്ലാ പടത്തിലും ഉണ്ടാവുന്ന പോലെ തന്നെ ആളുടേതായിട്ടുള്ള സ്വാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് അതല്ലല്ലോ ഓവറോൾ ഒരു സിനിമ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് അവരെ എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റണ്ടേ? ആ രീതി നോക്കുന്ന സമയത്ത് ഒരു തരത്തിലും ഈ സിനിമ എനിക്ക് വർക്ക് ആയിട്ടില്ല. ഇപ്പം ഇമോഷണലി യെസ് എൻ്റെ ഉള്ളിൽ ഞാൻ പറയുന്നുണ്ട് ദിസ് ഈസ് ലാസ്റ്റ് മൂവി, ദിസ് ഈസ് ഈസ് ലാസ്റ്റ് മൂവി, ദിസ് ഈസ് ഈസ് ലാസ്റ്റ് മൂവി എന്നുള്ള രീതിയിൽ പറയേണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ തിയേറ്ററിൽ ഇരിക്കുകയാണ്. ഇൻ ദ റിയാലിറ്റി വി ആർ വാച്ചിങ് എ മൂവി. അവിടെ ലാസ്റ്റ് മൂവി ആണോ എന്നുള്ളൊരു ഇമോഷനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വർക്ക് ആവോ വി ആർ ഇൻ ദ തിയേറ്റർ ആൻഡ് വി ആർ വാച്ചിങ് എ മൂവി എന്നുള്ളൊരു സാധനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഭീകരമായിട്ട് ആ ഒരു എന്താ പറയുക സിനിമകളുടെ രീതിയിൽ ആസ്വാദനത്തിനെ ഭയങ്കരമായിട്ട് ബാധിച്ചുകൊണ്ട് തന്നെയായിരുന്നു ആക്ച്വലി ഇരിക്കുന്നുണ്ടായിരുന്നത്. വിജയുടെ ഫാക്ടർ ചെയ്തിട്ടുണ്ട്. മമിതയുടെ ക്യാരക്ടറും എനിക്ക് ആക്ച്വലി വർക്ക് ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇത്രയും ദിവസമായതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങളും പരിപാടികളൊക്കെ കേട്ടിട്ട് തന്നെയാണ് പടം കാണാൻ വേണ്ടി പോയത്. പലരും മമിതേനെ വിമർശിച്ചിട്ടുള്ളതൊക്കെ കണ്ടു. ബട്ട് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് എന്താ പറയുക ആളങ്ങനെ മോശമായിട്ടൊന്നും ചെയ്തതായിട്ടൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയ ആൾക്കാർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. എനിക്ക് പേഴ്സണലി അവരുടെ ക്യാരക്ടർ വർക്കാണ്. അവർ നന്നായിട്ട് എന്താ പറയുക ഇമോഷണൽ ആയിട്ടുള്ള സംഗതികളൊക്കെ നന്നായി പെർഫോം ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. നന്നായിട്ടുണ്ട്. ഷീസ് എ നൈസ് ആർട്ടിസ്റ്റ്. അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോബി ഡിയോൾ ആളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ ഈ ബോളിവുഡിൽ ഫീൽഡ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് ചെയ്യുന്ന കാണുമ്പോൾ സങ്കടമാണ് ആക്ച്വലി തോന്നാറുള്ളത്. ബോബി ഈസ് നോട്ട് എ വേഴ്സ്റ്റ് ആക്ടർ. ഹീസ് എ നൈസ് ആർട്ടിസ്റ്റ്. ബോളിവുഡിൽ അയാളുടെ സിനിമകൾ കണ്ടിട്ടുള്ള ആളുകൾക്ക് ആക്ച്വലി അറിയാം. അപ്പോൾ അവിടെ ഇല്ലാത്തൊരു സാഹചര്യം വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ചെയ്യുന്ന ഓരോ പരിപാടികളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യമില്ല, അയാളൊരു പോലീസ് ഓഫീസറാണ്. പിന്നെ എന്താ പറയുക അതിന് ശേഷം വില്ലനാവുന്ന സാഹചര്യം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയോ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പടം കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഒരു തരത്തിലും നടക്കണില്ല പരിപാടി. പിന്നെ മ്യൂസിക്കും കാര്യങ്ങളൊന്നും പറയാനില്ല. അനിരുദ്ധ് മൂപ്പർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തു വെച്ചിട്ടുണ്ട്. മ്യൂസിക്കൊക്കെ ഉഷാറാണ്. പാട്ടുകളൊക്കെ നന്നായിട്ട് ആക്ച്വലി വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ഓവറോൾ ഒരു പടം എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തി. കൂടുതൽ റോസ്റ്റ് എന്നുള്ള ലെവലിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വിമർശനാത്മകമായിട്ട് തന്നെയാണ് മൈൻഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നത്. പക്ഷെ അറ്റ് ദ എൻഡ് പടം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇമോഷൻ മൈൻഡിൽ ഇങ്ങനെ കിടന്ന് കളിക്കില്ല. ലാസ്റ്റ് പടമാണല്ലോ എന്നുള്ളൊരു സംഗതി. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങോട്ട് പറയാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. ബട്ട് വിഷമം തന്നെയാണ്. രണ്ട് വിഷമങ്ങൾ. ഒരു വിഷമം എന്ന് പറയുന്നത് ലാസ്റ്റ് പടമാണല്ലോ ഇത് എന്നുള്ളത്. രണ്ട്, ലാസ്റ്റ് പടമായിട്ടും ഇത്രയും മോശമായിട്ടുള്ളൊരു പടമാണല്ലോ പുള്ളി ചെയ്ത് എന്നുള്ളത് ആലോചിക്കുന്ന സമയത്ത് മറ്റൊരു വിഷമം. അപ്പോൾ ഓവറോൾ ഞാൻ പോയ സമയത്ത് മൺഡേ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. സൺഡേ ഇവിടെ ഹൗസ്ഫുള്ളായിരുന്നു. ഇന്ന് മൺഡേ ഞാൻ ഉച്ചത്തെ ഷോവിനാണ് പോയത്. 2:24 ഷോവിനാണ് പോയത്. ഞാൻ ഏറ്റവും ബാക്ക് റോ ആണ് ആക്ച്വലി എടുത്തിട്ടുണ്ടായിരുന്നത്. 190 ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. മീൻസ് 150 അത്യാവശ്യം ആളുണ്ടായിരുന്നു. 190 ആരും ഉണ്ടായിരുന്നില്ല. ഏറ്റവും ബാക്ക് റോയിൽ ഞാനും പിന്നെ കുറച്ച് ആൾക്കാരും മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഈ പടത്തിൻ്റെ ഒരു സിറ്റുവേഷൻ. എനിവേസ് ആ ടൈറ്റിൽ കാർഡൊക്കെ അടിപൊളിയായിരുന്നു. എഴുതി കാണിച്ച സംഗതികളൊക്കെ ഭയങ്കരമായിട്ട് ഗൂസ് ബംസ് കിട്ടിയ ഒരു സംഗതിയാണ്. അതാ ഒരു എന്താ പറയുക ആ നടനോടുള്ളൊരു ഇഷ്ടവും അതേപോലെ തന്നെ ഒരു നടൻ്റെ പവർ, അല്ലെങ്കിൽ ഇത്ര നാളായിരുന്നു നമ്മൾ പുള്ളിനെ കാണുന്നതാണ്. പിന്നെ ഇപ്പോൾ പുള്ളി ഇരിക്കുന്ന പദവി, അത് നേടിയെടുത്ത ഒരു രീതി, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് ആക്ച്വലി വരുമല്ലോ. അതുകൊണ്ടാണ് മൊത്തത്തിൽ ആ ഒരു ടൈറ്റിൽ കാർഡൊക്കെ കണ്ട സമയത്ത് ഒരു ഗൂസ് ബംസ് നമുക്ക് തോന്നിയത്. ബാക്കി പടത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പിണ്ണാക്കും ആക്ച്വലി ഇല്ല എന്നുള്ളത് തന്നെയാണ്. ആഫ്രിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട്. ബട്ട് വൈ എനിക്ക് ഇനി ഞാൻ സിനിമയെക്കുറിച്ച് കൂടുതൽ ഇനി പറഞ്ഞിട്ട് അങ്ങോട്ട് ഇതാവുന്നില്ല. അത് പോട്ടെ. ഇനി വിജയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അഭിനയം നിർത്തിയേ പറ്റൂ, വേറെ വഴിയില്ല. വലിയൊരു പദവിയിലാണ് ഇരിക്കുന്നത്. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഇനി വേറെ പടങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണത്തെ പോലെ ചെയ്തൊന്നും വരാൻ വേണ്ടിയിട്ട് പറ്റില്ല. ബട്ട്
അറ്റ്ലീസ്റ്റ് 2 കൊല്ലം കൂടുമ്പോഴെങ്കിലും ഒരു പടം ചെയ്യണം എന്നാണ് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം മോനെ, ഇത് വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെസ്റ്റിവലാണ്. അത് മിസ് ചെയ്യണതിനെ കുറിച്ച് ചിന്തിക്കാൻ ആക്ച്വലി വയ്യ. സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, വിജയിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഹേറ്റേഴ്സിന്റെ കാര്യം വിടും, സിനിമ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം, വിജയ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം, ന്യൂട്രൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം, വി ഓൾ ആർ ഗോയിങ് ടു മിസ് തലപതി വിജയ് ആൻഡ് ഹിസ് മൂവീസ് ആൻഡ് ഫെസ്റ്റിവൽ കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയർ നമ്മൾ മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി ടീസറിന് വേണ്ടി, പാട്ടിന് വേണ്ടി, ട്രെയിലറിന് വേണ്ടിയുള്ള കാത്തിരിപ്പുകൾ പരിപാടികളില്ല. ഇപ്പോൾ ഇവിടെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളുടെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ തന്നെ, ഇപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ വെച്ചിട്ട് പറയാം, വിജയുടെ ഒരു പടം അനൗൺസ് ചെയ്യുന്ന സമയം തൊട്ട് നമുക്ക് ആവേശം, നമുക്കൊരു കണ്ടന്റ് എന്നുള്ളതിനെക്കാട്ടിലും ഉപരി നമുക്ക് ആ ടീസറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു അനൗൺസ്മെന്റിന് വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ട്. അത് നല്ല രസമാണ് ആക്ച്വലി. അത് ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ സൂര്യ ഫാനാണ്, പക്ഷെ ഇത് പറയാതിരുന്നു കഴിഞ്ഞാൽ അത് എൻ്റെ മനസ്സ് അനുവദിക്കില്ല. ഓണസ്റ്റ്ലി എൻ്റെ മൈൻഡിൽ നിന്ന് വരുന്ന കാര്യമാണ് പറയണത്. ആ ഒരു സാധനം ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഒരു പടം അനൗൺസ് ചെയ്യണ സമയത്ത് ആളുകളൊക്കെ കൂടി അതിന് കാത്തിരിക്കുന്നു. ഒരു ഫസ്റ്റ് സിംഗിൾ വരണ സമയത്ത് അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. ടീസർ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. അതിൽ ആ ടീസറിന് എത്ര വ്യൂവർഷിപ്പ്, എത്ര സെക്കൻഡ്സിൽ, എത്ര മിനിറ്റിൽ എത്ര വ്യൂ വന്നു, എത്ര ലൈക്ക് വന്നു, എന്തോരം കമൻറ്റുകൾ വന്നു എന്നുള്ളതടക്കം നോക്കുന്ന ഒരു പരിപാടിയൊക്കെ ആക്ച്വലി എനിക്കുണ്ട്. അത് എൻ്റെ റിയാക്ഷൻ വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യമാണ്. വിജയ് പടങ്ങളുടെ ടീസറും ട്രെയിലറൊക്കെ വരുന്ന സമയത്ത് ആൾക്കാരുടെ ലൈക്സ് എത്ര വന്നു, എത്ര മിനിറ്റിൽ എത്ര വ്യൂവർഷിപ്പാണ് വന്നതെന്നുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഹാബിറ്റ് എനിക്ക് ആക്ച്വലി ഉണ്ട്. അത് വിജയ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്, ഒരു ആവേശമാണെന്നേ. മനസ്സിലായ? ടീച്ചറും ട്രെയിലറും അതൊക്കെ വരണ സമയത്ത് അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അയ്യോ അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എന്താ പറയുക, ഒരു കരിയറിൻ്റെ പീക്ക് ലെവലിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആൾ തീരുമാനമൊക്കെ എടുത്ത് തിയറി സിനിമ വേണ്ട, ഇനി പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അത് ഭീകരമായ ഡിസിഷനാണ്. പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുക, പീക്കിൽ നിൽക്കുന്ന സമയത്ത് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുക എന്ന് മാത്രമല്ലല്ലോ, ആള് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങി അയാൾ ജയിച്ചിട്ടേണ്ട. ഇപ്പൊ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാടു അന്ത പൊസിഷനിൽ ഇരിക്കുക എന്താ മനുഷ്യൻ, അതുതാ സക്സസ്. പടം ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല, നമ്മൾ ചിലപ്പോൾ വിമർശിച്ചു എന്നൊക്കെ ഇരിക്കും. ബട്ട് ആസ് എ പേഴ്സൺ ഹി ഈസ് ദ കിങ്. അയാൾ എന്താ ഉച്ചീര തൊട്ടിട്ടെ. ഏതായാലും കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും വിചാരിച്ച എല്ലാ കാര്യങ്ങളും വിജയ്ക്ക് ചെയ്ത് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ. സിനിമയിൽ എന്തായാലും നമ്മൾ മിസ് ചെയ്യും. ഒരു 2 കൊല്ലം കൂടുമ്പോഴെങ്കിലും ഒരു പടം അണ്ണൻ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അണ്ണേ പണ്ണ മുടിയുമാ, എല്ലാം കൊല്ലവും ഒരു പടം അപ്പടി വേണ. എപ്പടിയാവത് 2 കൊല്ലം കൂടുമ്പോൾ ഒരു പടം പണ്ണ മുടിയുമാ എங்களுக்காக. ശരി, ബൈ.